അപ്പോൾ എനിക്ക് ട്രെയിനിലുണ്ടായ വളരെ ഒരു മോശം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോശം ഒരു അനുഭവത്തിനെ പറ്റി പറയാനാണ്. ഭയങ്കരമായിട്ട് ഞാൻ ഭയന്ന് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. നമ്മൾ എൻ്റെ ഫ്രണ്ട്സും പിന്നെ അമ്മ, ബ്രദർ, ഞങ്ങളെല്ലാവരും കൂടെ ന്യൂഡൽഹി വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിനായിട്ട്. തിരിച്ച് ഓഗസ്റ്റ് 7 രാത്രി 8:10 നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കേരള എക്സ്പ്രസ് ആയിരുന്നു, ന്യൂഡൽഹി ടു ട്രിവാൻഡ്രം. അപ്പോൾ അതേണ്ട ഈ ഒരു സീറ്റ് കണ്ടോ, ആ സീറ്റിലായിരുന്നു ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഫുഡെല്ലാം കഴിച്ചു. ട്രെയിനിലായിരുന്നു ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 11 മണിയായപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, എല്ലാവരും കടന്നു. ഞാനൊരു 1 മണി വരെ ഞാൻ 1 മണി 1:15 വരെ ഞാൻ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. 1:15 ആയപ്പോഴത്തേന് ഞാനും കടന്നു. അപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ എൻ്റെ ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈഡിൽ ഒരു സിൽവർ കളർ അത്യാവശ്യം വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് സ്വീറ്റ്സും പിന്നെ എന്താണ് കുറച്ച് എമൗണ്ട് ഓഫ് ക്യാഷും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ താഴത്തെ ബ്ലാക്ക് കളർ ബാഗിൽ എൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി ഒന്ന് ജസ്റ്റ് ഇതായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കണ്ണിങ്ങനെ ഒന്ന് തുറന്നപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ നോക്കി ഇനി നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലും ആണോ, കാരണം എൻ്റെ ആ സിൽവർ കളർ ബാഗിനകത്താണ് വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാനായിരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാളേ അല്ല, ഒരു ഹൈറ്റ് കുറഞ്ഞൊരു കൊച്ചു ചെറുക്കൻ. ആ ചെറുക്കൻ ഇങ്ങനെ കയറി എൻ്റെ മുകളിൽ കൂടെ കൈയിട്ടാ എൻ്റെ സൈഡിൽ ആ ബാഗ് ഇരിക്കുന്നത്, ആ ബാഗിൽ പിടിച്ചേക്കാം. ഞാൻ ഒന്ന് ഏങ്ങിയിട്ട് അയ്യോ എന്ന് വിളിച്ചപ്പോഴത്തേനും അങ്ങേരെ എടുത്ത് ചാടി ഓടി. അപ്പോൾ ഞാനും പുറകിന് എടുത്ത് ചാടി, ഞാനും ഓടി, എൻ്റെ ഫ്രണ്ടും ഓടി ആ ഡോറിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും സ്റ്റക്കായിപ്പോയി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വേണ്ട, തുറക്കണ്ട, നമുക്കറിയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു, എടുത്ത് ചാടുന്ന പോലൊരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. ട്രെയിൻ അത്യാവശ്യം സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഒരു വളവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് കുറവറിയാമല്ലോ, എന്താണ് ആരാണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര മോശം അനുഭവമായിരുന്നു. ബാഗ് എടുത്തുകൊണ്ട് പോയതിലുപരി നല്ലതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ ഫോണും കാര്യങ്ങളും മറ്റുമൊക്കെ എൻ്റെ കയ്യിൽ, മീൻസ് എൻ്റെ തലയണയുടെ അടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതൊന്നും നഷ്ടമായിട്ടില്ലായിരുന്നു. നമ്മളത് TTRനോട് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് ബാഗ് അവിടെ വെക്കാൻ പോയേ എന്നാണ് പുള്ളി ചോദിച്ചത്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ട്രെയിനിൽ പോകുന്നവരെല്ലാം ബാഗൊക്കെ സേഫാക്കി വെക്കാൻ നോക്കുക. ഇത് സേഫാക്കിയിട്ടാണ് ഇത് അടിച്ചുകൊണ്ട് പോയത്. ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്ന ബാഗാണ്, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.